നമുക്കുള്ള ഒരു നല്ല വാർത്ത. ഇനി നമുക്ക് ഒരു വിശ്വാസ കേന്ദ്രത്തിൽ നടന്ന അത്യപൂർവമായ ഒരു സംഗമത്തെക്കുറിച്ച് മനസ്സിലാക്കാം. ഈ സംഗമത്തിൻ്റെ പ്രത്യേകത വന്നവരെല്ലാം ഇരട്ടകളായിരുന്നു, ട്വിൻസ്. കോട്ടയം കോതനല്ലൂർ ഫെറോന പള്ളിയിൽ നടന്ന ഇരട്ടകളുടെ സംഗമം കണ്ടാലേ വിശ്വസിക്കുകയുള്ളൂ. ഇരട്ട പുണ്യവാളന്മാരുടെ തിരുനാളിൽ നടന്ന സംഗമത്തിൽ പങ്കെടുത്ത ഇരട്ടകളുടെ എണ്ണം 402. കുർബാന നടത്തിയത് 5 ജോഡി ഇരട്ടകളായ വൈദികർ, ഇരട്ടകളായ 7 ജോഡി കന്യാസ്ത്രീകൾ. 3 മാസം പ്രായമുള്ള കുട്ടികൾ മുതൽ 84 വയസ്സ് കഴിഞ്ഞ ഇരട്ടകളും ഈ സംഗമത്തിന്റെ ഭാഗമായി. വിശുദ്ധ ഗർവാസീസും വിശുദ്ധ പ്രോത്താസീസും ഐഡന്റിക്കൽ ട്വിൻസ് ആണ്, ഇരട്ട വിശുദ്ധരാണ് അവർ. ഈ ഇരട്ട വിശുദ്ധരുടെ മാധ്യസ്ഥം തേടി ഇരട്ടയായി പിറക്കാൻ ഭാഗ്യം ലഭിച്ച നാനാജാതി മതസ്ഥരായ അനേകം ഇരട്ടകൾ ഇവിടെ എത്തിച്ചേരുന്നു. 5 വർഷമായി ഇന്നിപ്പോൾ ഇത് തുടങ്ങിയിട്ട്. ഈ സംഗമത്തിൽ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇരട്ടയായി പിറക്കുവാൻ ഭാഗ്യം ലഭിച്ച 5 സെറ്റ് വൈദികര് ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. 1-ാം വർഷം 1 സെറ്റ് വൈദികരുണ്ടായിരുന്നു, 2-ാം വർഷം 2 സെറ്റായി, 3-ാം വർഷം 3 സെറ്റായി, 4-ാം വർഷം 4 സെറ്റായി. ഇന്ന് ദൈവം അനുഗ്രഹിച്ച് 5 സെറ്റ് വൈദികർ ഇവിടെ എത്തിച്ചേർന്നു. അതോടൊപ്പം ഈ വർഷം 7 സെറ്റ് സിസ്റ്റേഴ്സ് എത്തി. 42 സെറ്റ് അക്രൈസ്തവരായ മക്കൾ ഈ ദേവാലയത്തിലെത്തി. ഇരട്ടകളെ വിവാഹം ചെയ്യാൻ ഭാഗ്യം ലഭിച്ച 6 സെറ്റുകൾ ഇവിടെ എത്തി. ഒരുപക്ഷെ ഈ ഇരട്ടകളെ ഒന്ന് കാണാനും അവരെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കാനും വളരെ കൗതുകത്തോടുകൂടി ജനസഹസ്രങ്ങൾ ഇവിടെ എത്തുന്നുണ്ട്. ഇന്ന് കോതനല്ലൂർ പള്ളിയും പള്ളിയുടെ ചുറ്റുവട്ടമെല്ലാം ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരുന്നു. അതാണ് ഈ ഇരട്ടകളുടെ സംഗമത്തിന്റെ പ്രത്യേകതയായിട്ട് പറയാനുള്ളത്. അത് കേൾക്കുമ്പോൾ ഇരട്ടകളായി ജനിക്കാത്തവർക്കും ഇരട്ട സന്തതികൾ ഇല്ലാത്തവർക്കും ചിലപ്പോൾ അസൂയ തോന്നും. ഈ സംഗമത്തിന് ഒരു പൊതു സന്ദേശം കൂടി കൈമാറാനുണ്ടായിരുന്നു. ഭ്രൂണഹത്യക്കെതിരെയുള്ള ഒരു സന്ദേശം കൂടി ഞങ്ങൾ ഇത്തരത്തിലുള്ള ഒരു വലിയ കൂട്ടായ്മ ഒരുക്കുന്നതിലൂടെ ഉദ്ദേശിക്കുന്നുണ്ട്. കാരണം കുട്ടികളെ എഡിറ്റ് ചെയ്ത് സ്വീകരിക്കുന്ന ഇന്നത്തെ ഒരു നഗര പരിഷ്കരണ ജീവിത ശൈലിക്ക് ഈ ഒരു കൂട്ടായ്മ ഒരു ചോദ്യചിഹ്നമാണ്. മക്കളെ, ദൈവം നൽകുന്ന മക്കളെ അതേപടി സ്വീകരിക്കാൻ മനസ്സുള്ള മാതാപിതാക്കൾ ആണ് ഇവിടെ മക്കളെ ഒരുമിച്ച് ചേർത്തിരിക്കുന്നത്. ഇന്ന് പലപ്പോഴും കുട്ടികളെ പലർക്കും താല്പര്യമില്ല, വിവാഹ ജീവിതത്തോട് തന്നെ വിരക്തിയാണ്. അത് ഒന്നിച്ചു ചേർന്ന് വിവാഹത്തിന്റെ ഒരു സങ്കല്പം തന്നെ ഇന്ന് മാറുകയാണ്. അപ്പം അതിനെതിരെയുള്ള ഒരു നല്ല ബോധവൽക്കരണ പരിപാടി കൂടിയാണ്. ജനിച്ചവരും വളർന്നവരുമാണ്. ഞങ്ങൾക്ക് അന്തരീക്ഷങ്ങളോടുള്ള പ്രത്യേക ഭക്തി അത് ഞങ്ങൾക്ക് കൊണ്ടുവരാൻ ഇതൊരു ഭയങ്കര അനുഭവമാണ്. ഇത്രയും ഇരട്ടകൾ ഒരുമിച്ച് കൂടുക എന്നുള്ളത് ഞങ്ങളുടെ ജീവിതത്തിലെ തന്നെ ഒരു സന്തോഷകരമായ നിമിഷമാണ്. പിന്നെ ഞങ്ങളുടെ വിവാഹം നടത്തിയത് ഇരട്ടകളായിരുന്നു. വിവാഹത്തിന് കപ്പിയാരായിട്ട് നിന്നത് ഇരട്ടകളായിരുന്നു. ഫ്ലവർ ഗേൾസായിട്ട് വന്നത് ഞങ്ങളുടെ ചേച്ചിയുടെ മക്കൾ ഇരട്ടകളാണ്. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര അത്ഭുതം തോന്നി. പ്രത്യേകിച്ച് ഈ ഗർഭാസിസും പ്രൊസസിന്റെ ഒക്കെ ഇരട്ട പുണ്യാളന്മാരൊക്കെ ഉണ്ടെന്ന് ഫസ്റ്റ് ഞങ്ങൾ അപ്പിണ് അറിയണത്. പിന്നെ ഞങ്ങൾ സമയം കിട്ടുമ്പോൾ ഞങ്ങൾ വരാറുണ്ട്. ജീവന്റെ മഹത്വം മനസ്സിലാക്കുവാൻ ദൈവത്തിന് മനുഷ്യർക്ക് ജനങ്ങൾക്ക് ഒരു ഇട കൊടുത്തു എന്നുള്ളത് അത് ദേവാലയം തന്നെ ഒരുക്കിയത് തന്നെ വളരെ വലിയൊരു കാര്യമാണ്. ഞങ്ങളുടെ ജീവിത എക്സ്പീരിയൻസിൽ അമ്മമാരെ സംബന്ധിച്ചോളം പല അമ്മമാരും ജീവനെ മഹത്വപ്പെടുത്തുന്നില്ല എന്ന അറിവിലും അനുഭവത്തിലുമാണ് ഞങ്ങൾ. അനുഗ്രഹപ്രദമായ ഒരു അനുഭവമാണ് ഞങ്ങൾക്കുള്ളത്. പതിവായിട്ട് ഇരട്ടകളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നുള്ളത് ഒരു അത്ഭുതം തന്നെയാണ്. അടുത്ത വർഷം ഇതിൽ കൂടുതൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഞങ്ങൾ 2 പേരും ഉണ്ടെങ്കിൽ അടുത്ത വർഷവും ഞങ്ങൾ ഈ സംഗമത്തിൽ പങ്കെടുക്കുന്നതാണ്. ഓരോ വർഷവും ഈ സംഗമത്തിനെത്തുന്ന ഇരട്ട സോദരങ്ങളുടെ എണ്ണം കൂടുകയാണ്. അടുത്ത വർഷം 1000 ഇരട്ടകൾ പങ്കെടുക്കുമെന്ന കാര്യത്തിൽ സംഘാടകർക്ക് ഉറപ്പുണ്ട്. ഈ മനോഹര സംഗമത്തിന് ഇരട്ട ആശംസകൾ.